it like me. Open up your eyes and insert a little rising. You don't have to love me, you don't have to like me. Got enough love in myself, in my psyche. You should have the same in your brain nightly. If you wanna taste me, you can fucking try me. If you wanna hate me, you know where to find me. ട്രൂക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇയർബഡ് ആണ് ബഡ്സ് S2. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് ട്രൂക്കിൻ്റെ ലോഗോയും കൂടാതെ ഇയർബഡിൻ്റെ ഫോട്ടോയും കാണാം. അതുപോലെ തന്നെ ബഡ്സ് S2 സ്ലൈഡിംഗ് സിങ്ക് ടെക്നോളജി എന്ന് എഴുതിയിട്ടുണ്ട്. പവർ ഓഫ് ട്രൂ ബീറ്റ്സ് എന്ന വലതുവശത്തും ഇടതുവശത്തും നോക്കുകയാണെങ്കിൽ സ്ലൈഡിംഗ് സിങ്ക് ടെക്നോളജി, കോഡ് മെംസ് മൈക്ക്, 55 ms അൾട്രാ ലോ ലേറ്റൻസി, 10 hours പ്ലേ ടൈം, സിംഗിൾ ചാർജ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ തന്നെയാണ് പിറകിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിക്കുവാണ്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ ഞാൻ പൂർണ്ണമായും പറയുന്നുണ്ട്, ഇപ്പോൾ അങ്ങോട്ട് പറയുന്നില്ല. ഇനി മറ്റൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് 1/2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 3999 രൂപയാണ്. എന്നാൽ നമുക്ക് ഇപ്പോൾ ഇത് മേടിക്കാൻ സാധിക്കുന്നത് 1499 രൂപയാണ്. ലോഞ്ചിങ് ഓഫർ എന്ന രീതിക്കാണ് അവർ പറയുന്നത്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ റേറ്റ് കൂടാൻ ചാൻസസ് ഉണ്ട്. കൺട്രി ഓഫ് ഒറിജിൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചൈനയാണ്. പവർ റേറ്റിംഗ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇയർബഡുകളിൽ 40 mAh എന്നും അതുപോലെ തന്നെ കേസുകളിൽ 300 mAh എന്നും. കേസിൽ ചാർജ് ചെയ്യേണ്ട അഡാപ്റ്റർ അത് തന്നെ ഇവിടെ എഴുതിച്ചിട്ടുണ്ട് 5V1A, അതായത് 5 watts അഡാപ്റ്ററാണ് നമ്മളിതിൽ യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പൊട്ടിക്കുമ്പോഴത്തേക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതേ നമ്മുടെ കേസ് ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇയർബഡുകൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. തൽക്കാലത്തേക്ക് അതൊന്ന് മാറ്റിയിട്ട് രണ്ട് ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളുണ്ട്. കൂടാതെ ഒരു ടൈപ്പ് C മിനി കേബിൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരു വാറണ്ടി കാർഡ് ഉണ്ട്. 10 ദിവസത്തിനുള്ളിൽ നമ്മളിത് വാങ്ങിച്ചിട്ട് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നമുക്ക് വാറണ്ടി കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ വാറണ്ടി ചെയ്യുക. കൂടാതെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. അതുപോലെ തന്നെ ഒരു QR കോഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്കാൻ ആൻഡ് ഡൗൺലോഡ് ദ ആപ്പ്. അപ്പോൾ ഇതെന്താണെന്നൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് പറയാം. എന്തായാലും കേസിൽ ഇയർബഡുകളൊന്നും എടുത്ത് വെച്ച് ചാർജ് ചെയ്യാം ആദ്യം തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൂക്ക് ബഡ്സ് S2. എന്തായാലും ഫിസിക്കലി ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഒരു ബൾക്കി കേസോട് കൂടിയിട്ടാണ് നമുക്ക് ഈ രണ്ട് ഇയർബഡുകളും ലഭ്യമാകുക. ഏറ്റവും മുകളിലായിട്ട് ട്രൂക്കിൻ്റെ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ മുന്നിലായിട്ട് ഒരു ടൈപ്പ് C പോർട്ടും ഉണ്ട്. ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു കേസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്ലോസി ഫിനിഷ്ഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ഈ ഒരു ബ്ലാക്ക് കളറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതല്ലാണ്ട് നമുക്ക് ബ്ലൂ, വൈറ്റ് എന്നിങ്ങനെ മറ്റ് 2 കളേഴ്സിൽ കൂടെ അവൈലബിൾ ആണ്. ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങിക്കാം. ഏതാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഗ്ലോസി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയിട്ടായിരിക്കാം ഈ ഒരു കേസ് ലഭ്യമാകുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. 300 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളൊരു പവർ ബാങ്കിൽ നിന്ന് നമുക്ക് 48 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത്. കൂടാതെ 300 mAh 100% ചാർജ് ആകാനായിട്ട് വെറും 1.5 മണിക്കൂർ മതിയെന്നും കമ്പനി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ടൈപ്പ് C പോർട്ട് ആണെങ്കിൽ പോലും കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന അഡാപ്റ്റർ എന്ന് പറയുന്നത് 5V1A ആണ്. അതായത് 5 watts അഡാപ്റ്റർ യൂസ് ചെയ്താണ് നമ്മളിത് ചാർജ് ചെയ്യാനായിട്ട് കമ്പനി പറയുന്നുണ്ട്. കൂടാതെ 180 മണിക്കൂർ സ്റ്റാൻഡ് ബൈയും 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ 100 മിനിറ്റും ഇതിൽ നിന്നും ലഭ്യമാകും. പ്രീമിയം സ്ലൈഡിംഗ് ഡിസൈൻ ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രീമിയം സ്ലൈഡിംഗ് ഡിസൈനെ കൊണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്ലൈഡ് ആൻഡ് പെയർ ടെക്നോളജി ഇതിനകത്തുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് സ്ലൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം ബ്ലൂടൂത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിവൈസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മൾ ഏതിലാണോ പെയർ ചെയ്തേക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കണക്റ്റഡ് ആകുന്നതാണ്. അപ്പോൾ അതെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഇയർബഡുകൾ ഇവിടെ ഇരിപ്പുണ്ട്. കൂടാതെ കേസിൽ 4 LED ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് ഈ ഒരു കേസിന്റെ ബാറ്ററി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അതായത് 25, 50, 75, 100. ഇനി നമുക്ക് ഈ ഒരു ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ടിപ്പിക്കൽ ഡിസൈൻ, നമ്മുടെ ട്രൂക്കിന്റെ ടിപ്പിക്കൽ ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ഇത് കിട്ടുന്നത്. ബഡ്സ് S1 Q1 ഇനി അതല്ല BTG 3 ട്രൂക്ക് ബഡ്സ് ലൈറ്റിലാണെങ്കിലും ഇപ്പോൾ ഈ ഒരു ബഡ്സ് S2 സെയിം ആ ഒരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ നല്ല രസമാണ് കാണാനായിട്ട്, അതിൽ വേറെ ഒരു സംശയവുമില്ല. 10 mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. കൂടാതെ 40 mAh വീതം ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് 10 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം സിംഗിൾ ചാർജിൽ കിട്ടുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു 40 mAh ബാറ്ററി കപ്പാസിറ്റി ഒരു 30, 45 അല്ലെങ്കിൽ മാക്സിമം 1 hourനകത്ത് 100% ചാർജ് ആകും. ട്രൂക്കിന്റെ ലോഗോ നമുക്ക് ഈ ഒരു സ്റ്റെമ്മിലായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ മൈക്ക് ഉണ്ട്. കൂടാതെ LED ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കാണാൻ സാധിക്കും. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.1 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രിസിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. പിന്നെ
ഇതിനകത്ത് 1 വർഷം വാറണ്ടി ഉണ്ട്. വാറണ്ടി ഉണ്ടെങ്കിൽ പോലും നമ്മളിത് വാങ്ങിച്ച് 10 ദിവസത്തിനുള്ളിൽ Truke.in എന്ന് പറഞ്ഞ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നമുക്ക് വാറണ്ടി കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് സാധനം കൈ കിട്ടിയുടനെ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസസ് ഉണ്ട്. ഇനി ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ റൈറ്റിൽ നമ്മൾ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ലെഫ്റ്റിൽ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് 55 ms ഗെയിം മോഡ് ഉണ്ട്. അത് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി വെയറിംഗ് കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. ട്രൂക്കിൽ പൊതുവെ ഏതൊരു ഇയർബഡുകൾ വെച്ചിട്ട് എനിക്ക് അങ്ങനെ വലിയ ഡിസ്കംഫർട്ട് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പാസീവ് നോയിസ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ ഒരു ബഡ്സ് S2ന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് കോട്ട് മൈക്കാണ്. അതായത് ഓരോ ഇയർബഡുകളിലും 2 മൈക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മൈക്ക് ക്വാളിറ്റി പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് വളരെ കുറവാണ്. കൂടാതെ എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു മൈക്ക് ക്വാളിറ്റിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് മറ്റൊരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 20 EQ മോഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു EQ മോഡ്സ് സ്വിച്ച് ഓവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ്. സ്മാർട്ട് ലൈഫ് എന്നാണ് ആ ഒരു ആപ്പിൻ്റെ പേര്. നമ്മൾ അൺബോക്സ് ചെയ്ത സമയത്ത് ആ ഒരു QR കോഡ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഒരു QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ ഒരു ആപ്പിലേക്ക് തന്നെ പോകും. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഒരെണ്ണം കാണിക്കത്തില്ല, ഇത് നമ്മൾ പെയർ ചെയ്യേണ്ടിയിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് അതിനകത്ത് തന്നെ മുന്നിൽ തന്നെ ആഡ് പെയർ ഡിവൈസ് ഉണ്ട്. അത് ആഡ് പെയർ ഡിവൈസ് കൊടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് Truke Buds S2 എന്നൊക്കെ പറഞ്ഞ് എഴുതും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഒരു വിൻഡോയിലേക്ക് പോകും. അവിടെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ Truke Buds S2 ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. നമ്മൾ ആ ഒരു പ്ലസ് ബട്ടണിലേക്ക് ഞെക്കുമ്പോഴത്തേക്ക് ഈ ഒരു ആപ്പിലേക്ക് നമ്മുടെ ഇയർബഡ് ആഡ് ആവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു Truke ബഡ്സിൽ ഞാൻ ടച്ച് ചെയ്യുവാണ്. ടച്ച് ചെയ്ത സമയത്തിന് ഇതേ കണ്ട ഇതുപോലൊരു Truke എന്ന ലോഗോയും കൂടാതെ നമ്മുടെ ഇയർബഡുകളുടെ ഫോട്ടോയും ഇവിടെ നമുക്ക് പ്ലേ ആൻഡ് പോസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ട്രാക്കിലേക്കും പ്രീവിയസ് ട്രാക്കിലേക്കും പോകാം. അതുപോലെ തന്നെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു ഫൈൻഡ് ഇയർബഡ്സ്. നമ്മൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ കണ്ട എൻ്റെ ലൊക്കേഷനാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. കൂടാതെ നമുക്ക് നമ്മുടെ ഇയർബഡ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുവാണെങ്കിൽ ഒരു അലാറം ഇങ്ങനെ കേൾക്കും, നമുക്ക് സാധനം എടുക്കാൻ പറ്റും. അതായത് എവിടെയാണോ നമ്മളത് കൊണ്ടുവച്ചേക്കുന്നത് അവിടെ നിന്ന് പോയിട്ട് എടുക്കാൻ സാധിക്കും. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 EQ മോഡ്സ് ഇവിടെ ഉണ്ട്. അത് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഓണാക്കി വെച്ചിരിക്കുന്നത് ആ ഒരു ബോസ്റ്റ് ബേസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഇതല്ലാണ്ട് ക്ലാസിക്കൽ, ഡൈനാമിക്, വോക്കൽ, എക്കോസ്റ്റിക്, ഇലക്ട്രോണിക്, പോപ്പ്, അങ്ങനെ 20 EQ മോഡ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക്, അതായത് എനിക്കിപ്പോൾ ഏത് രീതിയിലാണ് ഒരു പാട്ട് ഈ ഒരു EQ മോഡ് സെറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് ഒരു പ്രീസെറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ സെറ്റിംഗ്സിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ബ്രോഡ്കാസ്റ്റ് മോഡ് ഉണ്ട്. കൂടാതെ എഡിറ്റ് ബ്ലൂടൂത്ത് നൈം, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബ്ലൂടൂത്തിന്റെ നൈം മാറ്റാൻ പറ്റും. ഇവിടെയും നമുക്ക് ഗെയിം മോഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു 20 EQ മോഡ് കൊണ്ട് എന്തൊക്കെയാണ് ഉപയോഗം എന്നുള്ളത് നമുക്ക് ആ ഒരു മ്യൂസിക് ക്വാളിറ്റി പറയുന്ന സമയത്ത് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ് Truke Buds S2 ഉണ്ടത്. കോട്ട് മൈക്ക് വിത്ത് ANC ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്. ഈ സമയത്ത് എന്ത് തോന്നുന്നു ആ ഒരു മൈക്ക് ക്വാളിറ്റിയിൽ എന്തായാലും നിങ്ങളുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി അതല്ല, ഈ ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റി ഔട്ട്സൈഡിൽ വേണമെങ്കിൽ കൂടാതെ ഗെയിം മോഡ് ഇട്ടത്, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ 55 ms ലോ ലേറ്റൻസി നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു വീഡിയോ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ നാളെ തന്നെ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇനി മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ ഇതിനകത്ത് ആക്ച്വലി AAC കൊടുക്കില്ല, SBC മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം പെയർ ചെയ്തതിനു ശേഷം അതാണ് നോക്കിയത് AAC ഉണ്ടെന്നുള്ളൂ. എന്നാൽ ഇതിനകത്ത് AAC ഇല്ല, SBC മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു EQ മോഡ്സ് എനിക്ക് എന്തായാലും അങ്ങോട്ട് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഒരു ബേസ് മോഡ് ഉണ്ടല്ലോ അത് മാത്രമാണ് ഞാൻ ഇട്ട് കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അത് വോക്കൽസ് വേണമെങ്കിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടൊക്കെ കേൾക്കുവാണെങ്കിൽ അതിൽ ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് വോക്കൽസ് എന്ന് പറഞ്ഞൊരു പ്രീസെറ്റിൽ ഇടുന്നതിനേക്കാളും. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്. എന്തായാലും ഈ ഒരു EQ മോഡ്സ് അവർ വെച്ചിരിക്കുന്നതിനെ കൊണ്ട് എന്തായാലും എനിക്ക് അങ്ങോട്ട് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ച പോലെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാനേ ഉള്ളൂ. മ്യൂസിക് ക്വാളിറ്റി കുഴപ്പമില്ല എന്ന് പറയാം. 1500 രൂപയ്ക്ക് ബോട്ടിലൊക്കെ കിട്ടുന്ന അത്രയും ക്വാളിറ്റി എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചില്ല. എന്നാലും വലിയ പ്രശ്നമല്ല. നിങ്ങൾക്ക് ഒരു ട്രൂക്കിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബഡ്സ് S2 വാങ്ങിക്കുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ലോ ലേറ്റൻസി മോഡിനെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ നമ്മുടെ ഗെയിം കളിക്കുമ്പോഴത്തേക്ക് ഓൺ ആക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റും. എന്നാൽ വീഡിയോ കാണുമ്പോൾ പോലും ആ ലോ ലേറ്റൻസി മോഡ് ഓഫ് ആക്കിയിട്ട് കാണുന്ന സമയത്ത്, യൂട്യൂബിലൊക്കെ കാണുന്ന സമയത്ത് വലിയ ക്വാളിറ്റി ഉണ്ടായിട്ടില്ലായിരുന്നു. ആ ഒരു ലേറ്റൻസി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഗെയിം മോഡ് ഓൺ ആക്കുന്ന സമയത്ത് ഗെയിം കളിക്കാനാണെങ്കിലും അതല്ല നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കാണാനും പെർഫെക്റ്റ് ആണ്. 1499 വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും
ഒരിക്കലും പറയത്തില്ല ഇത് വർത്താണെന്നുള്ളത്. ഒരു 1299 രൂപയ്ക്ക് ഉറപ്പായിട്ടും വർത്ത് തന്നെയായിരിക്കും ഈ ഒരു ബഡ്സ് 2. കാരണം ഞാൻ പറയണത് ഓഫർ സമയങ്ങളിൽ നമുക്ക് ബോട്ടിൻ്റെ എയർഡോപ്സ് 141 ഒക്കെ നമുക്ക് 1299 അല്ലെങ്കിൽ 999 രൂപയ്ക്ക് സഹിതം കിട്ടാറുണ്ട്. അതിനകത്ത് ഇതുപോലെ ലോ ലേറ്റൻസി മോഡും അല്ലെങ്കിൽ നല്ല മ്യൂസിക് ക്വാളിറ്റിയൊക്കെ കിട്ടുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഈ ഒരു മൈക്ക് ക്വാളിറ്റി അതല്ല ട്രൂക്കിൻ്റെ തന്നെ ബ്രാൻഡ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോവുക, അതല്ലെങ്കിൽ മറ്റുള്ള ബ്രാൻഡിലേക്ക് പോകുന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ട്രൂക്ക് ബഡ്സ് S2 കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.